ദുരന്തർ സിനിമ നമ്മൾ കണ്ടതാണ്. ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട സിനിമയാണ് ദുരന്തർ. ദുരന്തറിലെ നായകൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, രൺവീർ സിംഗ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ ദുരന്തറിലെ നായകൻ ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് മേജർ മോഹിത് ശർമ്മ, ഇന്ത്യയുടെ വീരപുത്രൻ. ഹരിയാന സ്വദേശിയ അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് രാജ്യത്തെ സേവിക്കാനായി വന്നത്. മേജർ മോഹിത് ശർമ്മ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യമായ പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ ഓഫീസറായിരുന്നു. 2004 അദ്ദേഹത്തിന്റെ സാഹസിക അധ്യായം തുടങ്ങുന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനയായ ഹിസ്ബുൾ മുജാഹിദിനിൽ അദ്ദേഹം നുഴഞ്ഞു കയറുകയും ഇന്ത്യൻ സൈന്യം തന്റെ സഹോദരനെ വധിച്ചെന്നും അതിനാൽ തനിക്ക് പ്രതികാരം ചെയ്യണമെന്നും ആ ഒരു തീവ്രവാദി സംഘടനയെ അദ്ദേഹം ധരിപ്പിക്കുകയും ആ ഒരു സംഘടനയുടെ ഭാഗമായി മാറുകയും ചെയ്തു. പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാനിന്റെ പല സുപ്രധാനമായ വിവരങ്ങളും ഇന്ത്യൻ സൈന്യത്തിലേക്ക് അദ്ദേഹം കൈമാറി. അങ്ങനെ അദ്ദേഹം ഏറ്റെടുത്ത ആ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയും അങ്ങനെ 2009 മാർച്ച് 27 ജമ്മു ആൻഡ് കാശ്മീരിലെ കുപ്വാര വനത്തിൽ നുഴഞ്ഞു കയറിയ പാകിസ്ഥാനി തീവ്രവാദികളുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ 2 സഹപ്രവർത്തകർക്ക് വെടിയേറ്റു. ആ വെടിയേറ്റ സഹപ്രവർത്തകരെ കൃത്യമായി അദ്ദേഹം സേഫ് സോണിലേക്ക് മാറ്റിയതിനു ശേഷം അദ്ദേഹം പോരാട്ടം തുടർന്നു. പാകിസ്ഥാനി തീവ്രവാദികളുടെ വെടിയുണ്ടകൾ പലതവണയായി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തുളച്ചു കയറിയെങ്കിലും അദ്ദേഹം പോരാട്ടം നിർത്തിയില്ല. അദ്ദേഹം പോരാട്ടം തുടർന്നു. അങ്ങനെ 4 ഭീകരരെ വധിച്ചതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയുടെ വീരപുത്രൻ വീരമൃത്യു വരിച്ചത്. ഇന്ന് നമ്മൾ സമാധാനത്തോടെ നമ്മുടെ കുടുംബമായിട്ട് നാട്ടിൽ ജീവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം സ്വന്തം ജീവൻ വരെ ബലി കൊടുത്ത് നമ്മൾക്ക് വേണ്ടി കാവൽ നിൽക്കുകയും പോരാട്ടം തുടരുകയും ചെയ്യുന്ന ഒരുപാട് സോൾജിയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. I'm proud to be an Indian. I salute the Indian Army.